വാർത്തയാണ്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടെ വിദേശത്തേക്ക് കടന്നുവന്ന അവകാശവാദവുമായി പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഏതു രാജ്യത്താണുള്ളതെന്ന് രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചിട്ടില്ലെന്ന വീഡിയോ സന്ദേശത്തിൽ രാഹുൽ അവകാശപ്പെടുന്നുണ്ട്. അതിനിടെ രാഹുലിന്റെ വീട്ടിലെ CCTV DVRും പോലീസ് പിടിച്ചെടുത്തു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, തുടക്കത്തിൽ തന്നെ പോലീസിന്റെ വീഴ്ചയാണ്, അനാസ്ഥയാണ് രാഹുൽ നാട് വിടാനുള്ള, രക്ഷപ്പെടാനുള്ള കാരണമെന്ന് ആരോപണം ഉയർന്നിരുന്നു. നിലവിൽ എവിടെയാണ് പ്രതി, എവിടെ എന്ന എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? ടോമോ, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. കാരണം പുതിയ വീട്ടിൽ അല്ലെങ്കിൽ ഭർതൃഗൃഹത്തിൽ എത്തി ഒരു ആഴ്ച കഴിയും മുമ്പാണ് ക്രൂരമായ പീഡനത്തിന് ഈ യുവതി ഇരയായത്. ഇതിനുശേഷം യുവതി നേരിട്ട് തന്നെ ആ കുടുംബത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പന്തീരാങ്കാവിലെത്തി പരാതി നൽകിയെങ്കിലും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ആ പരാതി എടുക്കുകയുണ്ടായില്ല. അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ പ്രതിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആ പോലീസുകാരെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഒട്ടും ഗൗരവം ആ പരാതിക്കാർക്കും പോലീസ് നൽകിയില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും സംഭവം വിവാദമായതോടുകൂടി ഇന്നലെ ഈ SHOയ്ക്കെതിരെ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഉത്തരമേഖല IG സസ്പെൻഷൻ എന്ന നടപടിയെടുത്തു. അദ്ദേഹത്തിനെതിരെ ഇനി വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ സ്റ്റേഷനിൽ എത്തിയ പ്രതിയുമായി ഒത്തുതീർപ്പ് ചർച്ചകൾക്കുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മറിച്ച് ക്രൂരമായ മർദ്ദനം നടത്തിയ പ്രതിയെ ആ സമയം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനൊരു നടപടി ഉണ്ടായില്ല. അന്ന് താരതമ്യേന ദുർബലമായ വകുപ്പുകൾ പ്രകാരം കൈക്ക് അടിച്ചു, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ആക്രമണം എന്നീ രീതികളിലൊക്കെയാണ് താരതമ്യേന ചെറിയ വകുപ്പുകൾ പ്രകാരമാണ് അന്ന് കേസ് എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് സമ്മർദ്ദം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സമൂഹത്തിൽ നിന്നുമുള്ള സമ്മർദ്ദം ശക്തമായി. വനിതാ കമ്മീഷൻ അടക്കം രൂക്ഷമായി പോലീസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് വധശ്രമവും ഒപ്പം ഈ സ്ത്രീധന നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകളും ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ കേസ് കൂടുതൽ ബലപ്പെടുത്തിയതോടുകൂടി തന്നെ പ്രതി നാടുവിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ഈ പരാതിക്കാരിയുടെ കുടുംബം പറഞ്ഞിരുന്നു, ബംഗളൂരുവിലെത്തി അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് പ്രതി കടന്നു കളഞ്ഞു എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ താനൊരു വിദേശ രാജ്യത്താണ് എന്ന് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. അതിൽ തൻ്റെ വാദമുഖങ്ങൾ കൂടുതൽ ന്യായമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സ്ത്രീധനത്തിൻ്റെ പേരിൽ താൻ ഒരു കുഴപ്പവും അല്ലെങ്കിൽ താൻ ഒരു തരത്തിലും ഭാര്യയെ മർദ്ദിച്ചിട്ടില്ല, മറ്റു ചില പ്രശ്നങ്ങളുടെ പേരിലാണ് താൻ അടിക്കുകയുണ്ടായത് എന്ന് രാഹുൽ പറയുന്നു. എങ്കിൽ പോലും പ്രതി ആ കുറ്റം സമ്മതിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം ഈ ജർമ്മനിയിൽ കാറുള്ള ആളാണ്, അതുകൊണ്ട് തനിക്ക് സ്ത്രീധനം വാങ്ങിച്ച് മുന്നോട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് താൻ കാർ എന്ന ആവശ്യം ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തോട് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ രാഹുലിൻ്റെ അമ്മയും സഹോദരിയും അടക്കം പറഞ്ഞ കാര്യങ്ങളും ഇതുതന്നെയാണ്. എന്തായാലും ഈ വീഡിയോയുടെ ഒരു വ്യക്തത, അല്ലെങ്കിൽ ഒരു എവിടെ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചില്ല. കാരണം ഈ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി എന്തായാലും പോലീസ് ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പറവൂരിലെത്തി പെൺകുട്ടിയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തു. ഇന്ന് രാഹുലിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണം രാഹുല് ഈ രീതിയിൽ മർദ്ദിക്കാനുള്ള കാരണം അമ്മയും സഹോദരിയുമാണ്, അവർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട്. അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുമോ? പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടെയാണ് വിദേശത്തേക്ക് കടന്നു വന്ന അവകാശവാദവുമായി പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വീഡിയോ സന്ദേശത്തിലൂടെ രംഗത്തെത്തിയത്. എന്തായാലും പ്രതി മറ്റൊരു രാജ്യത്തേക്ക് കടന്നു വന്ന കൃത്യമായ സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ഇയാൾ ഇനി മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തുമായിരിക്കും. പക്ഷേ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചത്. ഈ രാഹുലിന്റെ കുടുംബത്തിന് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതായത് രാഹുലിന് മാത്രമല്ല, ഈ ഗാർഹിക പീഡനത്തിൽ അമ്മയ്ക്കും സഹോദരിക്കും പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അനീഷ്, ഞാൻ ചോദിച്ചത് ഈ അമ്മയ്ക്ക്, രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യം
പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു. അത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? തീർച്ചയായും പോലീസ് ഈ രാഹുലിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ കേസെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ കേസെടുത്തില്ല എന്നറിയുന്നു. കാരണം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മർദ്ദനമേറ്റ യുവതിയുടെ ഭാഗത്തു നിന്നും ഈ അമ്മയുമായി ഒരു അടച്ചിട്ട മുറിയിൽ പോയി ചില സംസാരങ്ങൾ നടത്തിയ ശേഷമാണ് തനിക്കെതിരെ ക്രൂരമായ അതിക്രമം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറയുന്നു. അമ്മയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റം തന്റെ ഭർത്താവിൽ നിന്നും ഉണ്ടായതെന്ന് യുവതി പറയുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ ഗാർഹിക പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞു 1 വർഷത്തിനൊക്കെ ഉള്ളിലാണെങ്കിൽ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നാൽ ഈ ഭർത്താവിന്റെ മാതാവിനും ബന്ധുക്കൾക്കുമൊക്കെതിരെ കേസെടുക്കാനുള്ള രീതിയിലുള്ള വകുപ്പുകളുണ്ട്. എന്തായാലും അതൊക്കെ പ്രകാരം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കുടുംബത്തിനെതിരെയും കേസെടുക്കണമെന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്.